ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാര കസേരയിൽ എത്തിയപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വാക്കുകൾക്ക് ഇനിയും ആരും വില കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രി പരാതിപ്പെട്ടിട്ടും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗങ്ങളിലെ തീരുമാനങ്ങൾ പോലും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ലെന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. താൻ യോഗങ്ങളിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും IAS ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ലെന്ന ഗുരുതര ആരോപണം 2 മാസം മുൻപ് മുഖ്യമന്ത്രി ഫയൽ കുറിപ്പായി ചീഫ് സെക്രട്ടറി അറിയിച്ചുവെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇത് തിരുത്തുവാനായി ചീഫ് സെക്രട്ടറി തന്നെ മുന്നിലേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ പ്രശ്നപരിഹാരം യഥാർത്ഥത്തിൽ അകലെയാണ്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് ഇടപെട്ടിട്ട് പല വകുപ്പുകളിലും ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥരും മറ്റും ഒരുക്കമല്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്തതിന് പിന്നിലെ കാരണം മന്ത്രിമാർക്ക് തന്നെയാണെന്ന പരാതിയാണ് IAS ഉദ്യോഗസ്ഥർക്ക് കൂടുതലും ഉള്ളത്. ഇതുവരെ ഇല്ലാത്ത ഭരണം ആദ്യമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പ്രകടമാകുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കിട്ടാത്തത് കൊണ്ടാണ്. മുഖ്യ തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗങ്ങളിൽ മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കണം. പാർട്ടി യോഗങ്ങളുടെ തിരക്ക് കാരണം മന്ത്രിമാർക്ക് ഇതിന് കഴിയില്ലെന്ന വാദവും വളരെയധികം നിലനിൽക്കുന്നുണ്ട്. അതിവേഗ തീരുമാനം വേണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പല തീരുമാനങ്ങളും ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഫയലുകളെല്ലാം ചുവപ്പ് നാടയിലാണ് ഉള്ളത്. ഇതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് കടുത്ത അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ഒട്ടേറെ യോഗങ്ങൾ ചേർന്നിട്ടും പല തീരുമാനങ്ങളും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടും ഇതാണോ അവസ്ഥയെന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറി ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗങ്ങളിലെ തീരുമാനങ്ങളുടെ പട്ടിക ഓരോ വകുപ്പ് തയ്യാറാക്കണമെന്നും ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ തീരുമാനങ്ങളാണ് നടപ്പാക്കാൻ ബാക്കിയുള്ളതെന്നും രേഖപ്പെടുത്തി കഴിഞ്ഞു. തന്നെ അറിയിക്കുകയും വേണം. മാത്രമല്ല ഓരോ വകുപ്പിൽ നിന്നും ശേഖരിക്കുന്ന രേഖകൾ കോർത്തിണക്കി റിപ്പോർട്ടായി നൽകുകയും വേണം. ഇത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പിനും ചീഫ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിർദ്ദേശിച്ച ഏതെങ്കിലും തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് നയപരമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ച് പരിഹാരം കാണാനുള്ള നിർദ്ദേശവും നൽകി. ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും വകുപ്പുകളുടെ ഫയൽ തങ്ങളുടെ പക്കൽ തീരുമാനം കാത്തു കിടപ്പുണ്ടോ എന്നത് അറിഞ്ഞ് ധനസെക്രട്ടറി എല്ലാ വകുപ്പുകൾക്കും കത്തയക്കുകയും ചെയ്തു.